വെൽക്കം ബാക്ക്. വേൾഡ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുടെ കുറച്ച് ബേസിക്സ്, അതായത് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, പിന്നെ അമേരിക്കൻ റെവല്യൂഷൻ, ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വരാൻ പോകുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും. ഇപ്പോൾ LS GS അതിനൊക്കെ ആണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ SCRT പറയുന്ന എല്ലാ പോയിന്റ്സും, പിന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി മറ്റെല്ലാ പോയിന്റ്സും ചേർത്തിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ്, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഇത്തരത്തിലെ റെവല്യൂഷൻസ് ഈ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് നോക്കാം. ആദ്യകാല വിപ്ലവങ്ങൾക്ക് കാരണമായത് നവോത്ഥാനമാണ്. നവോത്ഥാനം അല്ലെങ്കിൽ റെനൈസൻസ് എന്ന് പറയും. അപ്പൊ നവോത്ഥാനമാണ് ആദ്യകാല വിപ്ലവങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. നവോത്ഥാനത്തിന്റെ ഭാഗമായി ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതിയാണ് ജ്ഞാനോദയത്തിന് കാരണമായത്. അപ്പൊ എന്താണ് ജ്ഞാനോദയം? ജ്ഞാനോദയം എന്താണെന്ന് നോക്കാം. യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു നവോത്ഥാനം ഉണ്ടായി അല്ലേ. നവോത്ഥാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശാസ്ത്രരംഗത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ഇത് കണ്ടുപിടുത്തങ്ങൾ തന്നെ എന്ത് പറയും? ജ്ഞാനോദയം എന്ന് പറയും. ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തര പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പൊ നമുക്ക് ജ്ഞാനോദയം എന്താണെന്ന് മാത്രം കണ്ടാൽ മതി. അപ്പൊ ആദ്യകാല വിപ്ലവങ്ങൾക്ക് കാരണമായ നവോത്ഥാനമാണ്. നവോത്ഥാനത്തിന്റെ ഭാഗമായി എന്തുണ്ടായി? ജ്ഞാനോദയം ഉണ്ടായി. ഇനി നമുക്ക് ഓരോ വിപ്ലവങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ റെവല്യൂഷൻ, ഈ രണ്ട് ടോപ്പിക്കുമാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്താണെന്ന് നോക്കാം. ഇതിനെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് നടന്നത് എപ്പോഴാണ്? 1688-ലാണ്. 1688-ലാണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് നടന്നത്. ഇതിനെ മറ്റു ചില പേരുകളിൽ കൂടെ അറിയപ്പെടും. ആ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് പേരുകളെന്ന് നോക്കാം. ഒന്ന്, രക്തരഹിത വിപ്ലവം. പിന്നെ പറയുന്നത് പ്യൂരിറ്റൻ വിപ്ലവം. അപ്പോൾ രക്തരഹിത വിപ്ലവം എന്നും പ്യൂരിറ്റൻ വിപ്ലവം എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏത് വിപ്ലവമാണ്? ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. വിപ്ലവ സമയത്തെ ഇംഗ്ലണ്ടിലെ രാജാവാരായിരുന്നു? ജെയിംസ് രണ്ടാമൻ. ജെയിംസ് സെക്കൻഡ് ആണ്. ഇപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവാരായിരുന്നു? ജെയിംസ് രണ്ടാമനായിരുന്നു. രാജാവിനെ ക്യൂൻ മേരിയും വില്യം ഓഫ് ഓറഞ്ചും ചേർന്ന് സ്ഥാനഭ്രംശനാക്കി. ഇതോടുകൂടി സ്വേച്ഛാധിപത്യ രാജവാഴ്ച ഇംഗ്ലണ്ടിൽ ഇല്ലാതെയായി. തുടർന്ന് പാർലമെന്റ് ഭരണം ആരംഭിച്ചു. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു വിപ്ലവ സമയത്ത് ജെയിംസ് രണ്ടാമനായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവ്. അപ്പൊ രാജാവിനെ ആരൊക്കെ തമ്മിലായിരുന്നു? ക്യൂൻ മേരിയും വില്യം ഓഫ് ഓറഞ്ചും ചേർന്ന് സ്ഥാനഭ്രംശനാക്കി. അപ്പോൾ സ്ഥാനഭ്രംശനാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? സ്വേച്ഛാധിപത്യ രാജവാഴ്ച ഇംഗ്ലണ്ടിൽ ഇല്ലാതാവുകയും പിന്നീട് പാർലമെന്റ് ഭരണം അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇനി മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഹോംപ്ടൺ ആണ്. വില്യം ഹോംപ്ടൺ. അപ്പൊ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, ഇതിനെ മഹത്തായ വിപ്ലവം എന്ന് ആദ്യമായി ഈ ഒരു പദം ഉപയോഗിച്ചത് വില്യം ഹോംപ്ടൺ ആണ്. വിശപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറയുന്നത് ജെയിംസ് ഒന്നാമനാണ്. ഈ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് വിശപ്പില്ലെങ്കിൽ രാജാവില്ല. അപ്പൊ വിശപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. ഇനി പാർലമെന്റുകളെ മാതാവാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റുകളുടെ മാതാവ് എന്നാണ് പ്രധാനമായും അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലുള്ളത്. ഇനി അമേരിക്കൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്താണെന്ന് നോക്കാം. അമേരിക്കൻ വിപ്ലവം നടന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിൽ. അപ്പൊ അമേരിക്കൻ വിപ്ലവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്. അതിങ്ങനെയാണ്: പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് റവല്യൂഷൻ, വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ റവല്യൂഷൻ. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി അമേരിക്കൻ വിപ്ലവം ഉണ്ടാവാനുള്ള സാഹചര്യം എന്തൊക്കെയായിരുന്നു നോക്കാം. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലേ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലോട്ട് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. യൂറോപ്പിൽ നിന്നാണ് കുടിയേറുന്നത്. എവിടോട്ടാണ്? അമേരിക്കയിലോട്ട് അല്ലെ. അപ്പൊ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലോട്ട് ജനങ്ങൾ കുടിയേറാൻ വേണ്ടി തുടങ്ങി. എന്തുകൊണ്ടായിരുന്നു കുടിയേറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിൽ ഉണ്ടായിരുന്ന മതപീഡനത്തെ തുടർന്നാണ് ആൾക്കാർ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി തുടങ്ങിയത്. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക എന്നത് ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു.
ഇവര് അമേരിക്കയിലേക്ക് എത്തിയ കപ്പൽ മേഫ്ലർ എന്ന കപ്പലിലാണ്. മേഫ്ലർ എന്ന കപ്പലിലാണ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയത്. 18ാം നൂറ്റാണ്ടോടെ വടക്കേ ഇന്ത്യയുടെ കിഴക്കേ തീരങ്ങളിൽ 13 കോളനികൾ ഇവർ സ്ഥാപിച്ചു. ഈ കോളനികൾ ഭരണപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും കൊളോണിയൽ മേധാവിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അപ്പൊ യൂറോപ്പിൽ നിന്നാണ് ആൾക്കാർ എന്ത് ചെയ്ത് അമേരിക്കയിലേക്ക് കുടിയേറിയത്. എന്തിനായിരുന്നു കുടിയേറാൻ കാരണം? യൂറോപ്പിലുണ്ടായ മതപീഡനത്തെ തുടർന്നാണ് ഇവരിങ്ങനെ നിരന്തരം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിക്കൊണ്ടിരുന്നു. അപ്പൊ അമേരിക്കയിൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്തു? ഇവരുടെ കോളനികൾ സ്ഥാപിച്ചു. എത്ര കോളനികളായിരുന്നു? 13 കോളനികളായിരുന്നു സ്ഥാപിച്ചത്. ഇനി ഈ കോളനികൾ എന്താണ്? രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും കൊളോണിയൽ ഭരണപരമായും കൊളോണിയൽ മേധാവിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിലും അമേരിക്കയിൽ ഇവരെ കുടിയേറി പാർത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജോർജ് മൂന്നാമനായിരുന്നു ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവ്. ഇനി ഇവർ സ്ഥാപിച്ച 13 കോളനികളുടെ പിക്ചറാണിത്. അമേരിക്കയിലെ കുടിയേറ്റത്തെ കുറിച്ച് നമുക്ക് എസ്സിആർടിയിൽ പറയുന്ന പോയിന്റ്സ് ആണിത്. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. അപ്പൊ റെഡ് ഇന്ത്യൻസ് ആരാണ്? അമേരിക്കയിലുള്ളവരാണ് അല്ലെ. അമേരിക്കയിലുള്ളവരെ ക്രിസ്റ്റഫർ കൊളംബസ് അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ അവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിൽ എത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെട്ടു. അപ്പൊ ആ തീർത്ഥാടക പിതാക്കൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ തീർത്ഥാടക പിതാക്കൾ എവിടെ നിന്നാണ് വന്നത്? യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലോട്ടാണ് വന്നത്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അവിടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ കവർന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കുടിയേറ്റത്തെ കുറിച്ച് എസ്സിആർടിയിൽ പറയുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഇതാണ് ശരിക്കും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിപ്ലവം ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ഇനി എന്താണ് ഒരു ടേം മെർക്കന്റിലിസം? എന്താണ് മെർക്കന്റിലിസം എന്ന് നോക്കാം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നത്. മെർക്കന്റിലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പാക്കി. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ എന്താണ് സംഭവിച്ചത്? നമ്മൾ കണ്ട് യൂറോപ്പിൽ നിന്ന് മതപീഡനത്തെ തുടർന്ന് കുറച്ചുപേര് എവിടെ എത്തുകയാണ്? അമേരിക്കയിൽ എത്തുകയാണ് അല്ലെ. വടക്കേ അമേരിക്കയിൽ എത്തുകയാണ്. വടക്കേ അമേരിക്കയിൽ എത്തി ഇവരുടെ 13 കോളനികൾ സ്ഥാപിച്ചു. കോളനികളിൽ എത്തിയതിനു ശേഷം ഇവരെന്ത് ചെയ്തു? മെർക്കന്റിലിസം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നു. എന്താണ് മെർക്കന്റിലിസം? നമ്മൾ കണ്ടു. മെർക്കന്റിലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അതെന്തൊക്കെ നിയമങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം. ഇതാണ് മെർക്കന്റിലിസം നിയമത്തിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലെൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. പിന്നൊന്ന്, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവുള്ളൂ. പിന്നൊരു മെർക്കന്റിലിസ്റ്റ് നിയമമാണ് കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. പിന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു അവര് ഈ കോളനികളിൽ ഉണ്ടാക്കിയ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. എക്സാമിന് ഇങ്ങനെ ചോദിക്കും, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്? ഏതുമായിട്ടാണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നോക്കാം. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തിയ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നു.
ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിലെത്തി എന്താണ് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങളാണ് ഇത് ചെയ്തത്. എന്തായിരുന്നു കാരണം? തേയിലയ്ക്ക് അധികമായി നികുതി ചുമത്തിയതായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ടാകാനുള്ള കാരണം. ഇനി ഈ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ചില തത്വചിന്തകന്മാരുടെ പ്രധാനപ്പെട്ട കോട്ട്സ് അല്ലെങ്കിൽ ചില ആശയങ്ങൾ അത് പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ നോക്കാം, ജോൺ ലോക്ക്. ജോൺ ലോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ട തത്വചിന്തകനാണ് ജോൺ ലോക്ക്. അടുത്ത് പറയുന്നത് തോമസ് പെയിനിന്റെ ഒരു തത്വചിന്തയാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന്, ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ് ഇത് പറഞ്ഞത്. അപ്പൊ നമ്മൾ കണ്ടു, യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലെത്തി ജനങ്ങളെത്തി കോളനികൾ സ്ഥാപിച്ചു. ഇനി പറയുന്നത് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് നോക്കാം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പൊ കോണ്ടിനെന്റൽ കോൺഗ്രസ് പ്രധാനമായും 3 എണ്ണം ഉണ്ട്. ഇവര് ഒരുമിച്ച് ചേർന്ന് കൂടിയ സമ്മേളനമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയയിലാണ്. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ ജോർജിയ ഒഴികെയുള്ള ബാക്കി എല്ലാ കോളനികളും പങ്കെടുത്തു. ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരം ഇല്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. പിന്നീട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് മൂന്നാമത് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1774 എവിടെ വെച്ചായിരുന്നു? ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു. ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും അതിൽ പങ്കെടുത്തു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണെങ്കിലോ 1775 അത് ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. അവിടെ വെച്ചിട്ടാണ് ജോർജ് വാഷിംഗ്ടണിനെ സൈനിക തലവനായി തിരഞ്ഞെടുത്തത്. ഇനി മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1776 നടന്നത്. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 3 കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് നടന്നത്. ഒന്നാമത്തേത് 1774 ഫിലാഡൽഫിയയിലായിരുന്നു. ജോർജിയ ഒഴികെയുള്ള മറ്റെല്ലാ കോളനികളും ഇതിൽ പങ്കെടുത്തു. രണ്ടാമത്തേത് 1775 ഇതിൽ ഫിലാഡൽഫിയ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും പങ്കെടുത്തു. ഈ കോൺഗ്രസിൽ വെച്ചിട്ടാണ് ജോർജ് വാഷിംഗ്ടണിനെ സൈനിക തലവനായി തിരഞ്ഞെടുത്തത്. മൂന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1776 ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചിട്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 4 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ പറഞ്ഞു, മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി നമ്മൾ പറഞ്ഞു. ഇനി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികൾ ഇമ്പോർട്ടന്റ് ആണ്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികൾ ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഈ പ്രഖ്യാപനത്തോടെ യുദ്ധം ആരംഭിച്ചു. 1781 യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതോടെ ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ പാരീസ് ഉടമ്പടിയോടുകൂടിയാണ് ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. എന്നാൽ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അടുത്ത 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന, നമുക്കറിയാം അല്ലെ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചെറിയ ലിഖിത ഭരണഘടനയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറുതുമാണ് ഏറ്റവും പഴക്കം ചെന്ന ചെറിയ ലിഖിത ഭരണഘടനയുമാണ് അമേരിക്കയുടേത്. അമേരിക്കൻ ഭരണഘടനയെ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 10 ആദ്യത്തെ 10 ഭേദഗതികളാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്.
ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുമാണ് നമ്മുടെ അമേരിക്കൻ റവല്യൂഷനിലുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ ഈ ആദ്യകാല റവല്യൂഷനുകൾക്ക് കാരണമായത് നവോത്ഥാനമാണെന്ന് പറഞ്ഞു. നവോത്ഥാനത്തിന്റെ ഭാഗമായി ജ്ഞാനോദയം ഉണ്ടായി. പിന്നെ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്താണെന്ന് വെച്ചാൽ 1688 നടന്നത്. അതിന്റെ മറ്റു രണ്ട് പേരുകളാണ് രക്തരഹിത വിപ്ലവവും പ്യൂരിറ്റൻ വിപ്ലവവും. പിന്നെ എന്താണ്, മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഹോംടൺ ആണ്. വിശപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഒന്നാമനാണ്. ബ്രിട്ടീഷ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. പിന്നെ അമേരിക്കൻ വിപ്ലവം നടന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ AD 1700 മുതൽ 1800 വരെയുള്ള 100 വർഷത്തെയാണ് 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. പിന്നെ അതിന്റെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. മേഫ്ലർ എന്ന് പറഞ്ഞ കപ്പലിലാണ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയെന്ന് പറഞ്ഞു. 13 കോളനികൾ സ്ഥാപിച്ചു. പിന്നെ എന്താണ്, റെഡ് ഇന്ത്യൻസ് എന്നാണ് അവർ ആദ്യം കരുതിയത്. എത്തിയ ആൾക്കാരെ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. മെർക്കന്റലിസം അതായത് അവർ കോളനികളിൽ ചുമത്തിയ നിയമങ്ങളെയാണ് മെർക്കന്റലിസം എന്ന് പറഞ്ഞത്. അതെന്തൊക്കെയാണെന്ന് കണ്ടു. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ് കാരണം? തേയിലയുടെ മേൽ അധികം നികുതി ചുമത്തിയതായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. 342 തേയില പെട്ടികളാണ് അവരെടുത്ത് കടലിലേക്ക് എറിഞ്ഞത്. പിന്നെ ജോൺ ലോക്കിന്റെയും തോമസ് പെയിന്റെയും പ്രധാനപ്പെട്ട കോട്സ്. ജോൺ ലോക്ക് എന്താണ് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. തോമസ് പെയിൻ ആണെങ്കിലോ, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞു. പിന്നെ കോണ്ടിനെന്റൽ കോൺഗ്രസ് പറഞ്ഞു. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിലാണ്. ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും പങ്കെടുത്തു. രണ്ടാമത്തേത് 1775, അത് ഫിലാഡൽഫിയയിലായിരുന്നു. ജോർജ് വാഷിംഗ്ടണിനെ സൈനിക തലവനായി തിരഞ്ഞെടുത്തു. മൂന്നാമത്തേത് 1776 ഇവിടെ വെച്ചിട്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം ജൂലൈ 4. സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇനി അമേരിക്കൻ വിപ്ലവം അവസാനിച്ചത് പാരീസ് ഉടമ്പടിയോടുകൂടിയാണ്. അമേരിക്ക ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. എന്നാൽ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. ഇനി ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ്, ഏറ്റവും ചെറിയ പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. അപ്പോൾ ഈ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ബന്ധപ്പെട്ട യുദ്ധം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ബന്ധപ്പെട്ട യുദ്ധം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ യുദ്ധം, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അടുത്ത AD 1774 അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ആരായിരുന്നു? പാർത്ത സമയത്ത്, ക്വസ്റ്റ്യനിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അമേരിക്കയിൽ കുടിയേറി പാർത്ത സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവാരായിരുന്നു? ജോർജ് മൂന്നാമനായിരുന്നു. അടുത്ത് 1766 ബ്രിട്ടനെതിരായി അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ, അഥവാ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, പ്രാതിനിധ്യമില്ലാത്തവരിൽ നിന്ന് കരം ചുമത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു. അടുത്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയെ പറയുന്നത് വൈറ്റ് ഹൗസ് എന്നാണ്. വൈറ്റ് ഹൗസ്. അടുത്ത് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധം ഏത് വർഷമാണ് ആരംഭിച്ചത്? AD 1775 USA ഒരു പുതിയ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിന് 1787 പ്രതിനിധികളുടെ ആദ്യത്തെ സഭ സമ്മേളിച്ചത്, അതായത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന എവിടെയാണ്? ഫിലാഡൽഫിയയിലായിരുന്നു. അടുത്ത പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു. അത് മൂന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചിട്ടായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് ഉടമ്പടി, നമ്മൾ കുറച്ച് മുന്നേ കണ്ടതേ ഉള്ളൂ. അടുത്ത 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ട സംഭവം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു? തോമസ് ജെഫേഴ്സൺ ആയിരുന്നു.
അടുത്ത, അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? 13 കോളനികൾ. 13. അടുത്ത, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. 1775 അമേരിക്കൻ കോളനി സേന ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്ന എന്താണ്? ഒലിവ് ഷാഹ നിവേദനം എന്നായിരുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അതുകൊണ്ട് ജെയിംസ് മാഡിസണിനെ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിലെ ആദ്യകാല കുടിയേറ്റക്കാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കന്മാർ, അല്ലെങ്കിൽ എന്ത് പറയും? പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത റഷ്യൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.